പ്രിയമുള്ളവരെ, ഇതാണ് പറയുന്നത് അധികാരത്തിൻ്റെ ചെങ്കോലെന്തുമ്പോൾ അതിന് കാരണക്കാരായ ആളുകളെ മറന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നത് പോലെയാണ് ഈ തൊട്ടടുത്ത ദിവസങ്ങളിലായി ഡൽഹിയിൽ സമാപിച്ച വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച നീറ്റ് പരീക്ഷ എക്സാമിൽ നടന്ന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥി സമൂഹം തീർച്ചയായും ന്യായമായ രീതിയിലുള്ള ജനാധിപത്യ സംവിധാനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടുള്ള സമാധാനാന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടുള്ള അവരുടെ പ്രതിഷേധ പ്രകടനവുമായിട്ട് ഡൽഹിയുടെ തെരുവീതിയിലൂടെ കടന്നു വന്ന സമയത്ത് അവരെ അടിച്ചമർത്താൻ വേണ്ടി, വളരെ ക്രൂരമായ രീതിയിൽ അടിച്ചമർത്താൻ വേണ്ടി ആകുന്ന വിധം ശ്രമം നടത്തി. ഒത്തിരി തവണ നടപ്പിൽ വരുത്തി വിജയം കണ്ടെത്തിയത് കൊണ്ട് ആയിരിക്കാം വിദ്യാർത്ഥികൾക്ക് നേരെയും ഇങ്ങനെയുള്ള ഒരു സമീപനവുമായിട്ട് കേന്ദ്ര സർക്കാർ കടന്നു വന്നത്. എന്നാൽ സംഭവിച്ചത് അവർ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരിച്ചടിയായിരുന്നു. അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത അത്രവണ്ണം CJPയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭ സമരത്തിലേക്ക് ധാരാളമായിട്ട് യുവാക്കളുടെ കുത്തിയൊഴുക്കും, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ, അതുപോലെ തന്നെ വിവിധങ്ങളായ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ അവർക്ക് പിന്തുണയുമായി കടന്നു വന്നപ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭ സമരമായിട്ട് മാറി. പോലീസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും മിലിറ്ററിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ക്രൂരമായ നടപടികൾക്കൊന്നും ഇവരെ തടുത്തു നിർത്താൻ സാധിക്കൂല എന്ന് തിരിച്ചറിയുന്ന രീതിയിലായിരുന്നു അവിടുത്തെ പ്രക്ഷോഭ സമരം. അത് സത്യമായിരുന്നു എന്ന് അംഗീകരിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ പ്രക്ഷോഭ സമരത്തിനൊടുവിൽ നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചത്, ലോകം സാക്ഷ്യം വഹിച്ചത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയിൽ കുറഞ്ഞൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന ഡിമാൻഡുമായിട്ട് അവർ കടന്നു വന്നപ്പോൾ അവസാനം കേന്ദ്ര സർക്കാർ അവർക്ക് മുമ്പിൽ പരാജയം അംഗീകരിക്കേണ്ടി വന്നു എന്നുള്ളതിന് വ്യക്തമായ ഉദാഹരണമാണ് മന്ത്രിയുടെ രാജി എന്നുള്ളത്. എന്തായാലും ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, അധികാരം നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നത് ജനങ്ങളാണെന്നും ആ ജനങ്ങളുടെ ന്യായമായ വിഷയങ്ങളിൽ ഇടപെട്ട് അവർക്കുള്ള ന്യായമായ തീരുമാനമെടുക്കാൻ നമുക്ക് സാധിക്കാതെ പോയാൽ ആരാണോ ആ പദവി നമുക്ക് സമ്മാനമായി നൽകിയത് ആ പദവി അവർ നമ്മിൽ നിന്ന് തിരിച്ചെടുക്കും എന്ന് സൂചിപ്പിക്കുന്നതിന് ഇതിലും നല്ല ഒരു ഉദാഹരണം പറയാനില്ല എന്നുള്ളതും കൂടിയാണ്. മറ്റൊരു കാര്യം, ഈ അധികാരം എന്നുള്ളത് പ്രത്യേകിച്ച് ജനാധിപത്യത്തിലേക്ക് വരുമ്പോൾ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യമാണ്. ആ ജനാധിപത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിലൂടെ നേടിയെടുക്കുന്ന അവകാശങ്ങൾ, അതിലൂടെ നമുക്ക് അവരെ ഭരിക്കാൻ കിട്ടുന്ന, അവരെ നിയന്ത്രിക്കാൻ കിട്ടുന്ന, രാജ്യത്തിൻ്റെ ഭരണചക്രം നിയന്ത്രിക്കാൻ കിട്ടുന്ന അവസരങ്ങളെല്ലാം പൊതുജനങ്ങളുടെ, പ്രത്യേകിച്ച് വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് വരുന്ന ഔദാര്യമാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള സേവനം നമ്മിൽ നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ നമ്മെ അത്തരം ചുമതലകൾ ഏൽപ്പിക്കുന്നത്. ആ ചുമതലകളിൽ നിന്നും വഴിമാറി അധികാരത്തിലൂടെ കിട്ടുന്ന സുഖത്തിൽ ആറാടിക്കൊണ്ട് തങ്ങളെ അവിടേക്ക് കൈപിടിച്ച് ഉയർത്തിയ പൊതുസമൂഹത്തെ മറന്നുകൊണ്ട് ഇതുവരെ പറ്റിയ തന്ത്രങ്ങളുമായിട്ട് ഇനിയും ഇന്ത്യ മഹാരാജ്യത്ത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന റിസൾട്ടായിരുന്നു, ഓർമ്മപ്പെടുത്തുന്ന പ്രതിഷേധമായിരുന്നു, ഓർമ്മപ്പെടുത്തുന്ന സമരമായിരുന്നു നമ്മൾ തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് ഡൽഹിയിൽ വെച്ച് കണ്ടത്. അവസാനം അവർ എന്താണോ മുന്നോട്ട് വെച്ചത് ആ മുന്നോട്ട് വെച്ചതിന് ന്യായമായ പരിഹാരം കണ്ട് അവർ പിന്മാറുന്ന സമയത്ത് സമരവുമായി ബന്ധപ്പെട്ട് 10,000 അവിടെ ഒരുമിച്ച് കൂടിയതാണ്. അവിടെ പരിസരത്ത് വല്ല മാലിന്യങ്ങളും തള്ളിക്കളയിൽ സ്വാഭാവികമാണ്. ഒത്തിരി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലങ്ങളിൽ അങ്ങനെയുള്ള കാര്യങ്ങളും സർവ്വസാധാരണ. എങ്കിൽ കൂടെ അവരുടെ സമരം വിജയിച്ചു എന്ന് കരുതി അവർ അഹങ്കാരികളായിട്ട് തിരികെ പോകാതെ ആ ഡൽഹിയുടെ പരിസരങ്ങൾ, ആ സമര മുഖവുമായി ബന്ധപ്പെട്ട ഏരിയകളിൽ കംപ്ലീറ്റ് ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി വീണ്ടും മാതൃകയാകുന്ന പ്രവർത്തനം കാണിച്ചുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ യുവത അവിടെ നിന്ന് മടങ്ങിപ്പോയത്. ഇത്തരം വാർത്തകളൊന്നും പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു കാര്യം തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുക. ആ സമരവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളുമായിട്ട് കടന്നു വന്ന ആളുകളുടെ വീഡിയോയുടെ പുറകെ പോയി നോക്കുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അത്രയും മോശമായ രീതിയിലുള്ള പ്രതികരണങ്ങളും ധാരാളമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും വരും. പ്രതികൂലമായിട്ട് വരുന്നത് സർവ്വസാധാരണമായിട്ട് നമ്മൾ ഒത്തിരി കാലങ്ങളായിട്ട്, കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണപക്ഷത്തിനെതിരെ വല്ല വിരുദ്ധ അഭിപ്രായങ്ങളുമായിട്ട് ആരെങ്കിലും കടന്നു വന്നു കഴിഞ്ഞാൽ അവരൊക്കെ തീവ്രവാദികളാക്കുക, രാജ്യദ്രോഹികളാക്കുക എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ആ പാട്ടുകളൊന്നും എന്നും പാടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നും കൂടി ഈ സമരം തെളിയിച്ചിട്ടുണ്ട്. അത്രയും വില കുറഞ്ഞ ആരോപണങ്ങളെ കൊണ്ടൊന്നും ദീർഘനാൾ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന ഒരു തിരിച്ചറിവ് കൂടി ഈ സമരം രാഷ്ട്രീയ മേലാളന്മാർക്ക്, രാഷ്ട്രീയ മേഖലയിലൂടെ അധികാരങ്ങൾ കൈയടക്കി തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ചെയ്യാം, തങ്ങളുടെ തോന്നിയതുപോലെ നടത്താം എന്നൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾക്കുള്ള വ്യക്തമായ വാണിംഗും കൂടിയാണ് എന്നും കൂടിയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള ഒരു സംഭവത്തിന് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിക്കുമ്പോൾ പ്രത്യേകിച്ച് ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് വിദ്യാർത്ഥി സമൂഹം. അങ്ങനെയുള്ള ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ നേട്ടം കൈവരിച്ച് അവരുടെ കഴിവുകൾ പ്രകടിപ്പിച്ചപ്പോൾ, അവരുടെ കഴിവുകൾ അവർ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മുടെ രാജ്യം ഇന്ന് നമ്മൾ കാണുന്ന ഇങ്ങനെയുള്ള വളർച്ചയിലേക്ക് ഉയർന്നു വന്നത് എന്ന് നമ്മൾ മറന്നു പോകരുത്.
ടെക്നോളജിയിലും മറ്റുള്ള കണ്ടുപിടുത്തങ്ങളിലും മറ്റുള്ള പല പല കാര്യങ്ങളിലും നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒട്ടും പുറകിലില്ലാതെ അതിവേഗം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ വൻ ശക്തികളിൽ 4ാം സ്ഥാനം ഇന്നും നമ്മുടെ രാജ്യം കൈയടക്കുന്നതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വിദ്യാർത്ഥി സമൂഹത്തിന്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. നാളെയുടെ വാഗ്ദാനങ്ങളാണ്. നാളെ ഇതിലുമേറെ ഉയരത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകേണ്ടവരാണ് അവർ പറയുന്ന ആവശ്യങ്ങൾ എന്താണെന്ന് കേൾക്കാനും ആ പറയുന്ന കാര്യങ്ങൾ ന്യായമാണെങ്കിൽ ആ ന്യായമായ കാര്യത്തിന് പരിഹാരം കണ്ടെത്താനും, അതല്ല തെറ്റിദ്ധാരണയുടെ പുറത്താണ് അവർ അങ്ങനെ ഒരു പ്രക്ഷോഭ സമരമായിട്ട് കടന്നു വന്നിട്ടുള്ളതെങ്കിൽ ന്യായമായ രീതിയിൽ ശാന്തമായ രീതിയിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ ഒരു സമരത്തിൽ നിന്ന് അവരെ പിന്മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം ഭീഷണിയുടെ സ്വരം കൊണ്ടും മറ്റു അക്രമത്തിന്റെ പാതയും സ്വീകരിച്ചുകൊണ്ട് അടിച്ചമർത്താം എന്ന കേന്ദ്ര സർക്കാരിന്റെ ഇതുവരെ ഫൈറ്റ് തെളിഞ്ഞ തന്ത്രങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് ഇനി വില പോകില്ല എന്ന് തെളിയിക്കുന്ന റിസൾട്ടാണ് ഡൽഹിയിൽ നിന്നും നമ്മൾ കണ്ടത്. മറ്റൊരു വീഡിയോ കാഴ്ചയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.